ഗീതയിലെ പ്രസിദ്ധമായ വരികൾ ഓർക്കണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും അവനവൻ തന്നെയാണ്. അവനവൻ്റെ ഏറ്റവും കടുത്ത ശത്രുവും അവനവൻ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. ഇത് കുട്ടികൾക്ക് പാവം അറിയില്ല. കാരണം ദൗർബല്യം ആർക്കും മനസ്സിലാവില്ല. ഈ ദൗർബല്യങ്ങളാണ് പലരും ചൂഷണം ചെയ്യുന്നത്. ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് ഇരകളാകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാൻ ഇരയായി പോയത്. ഇന്നത്തെ ദിവസം ഞാൻ പറയണ്ടല്ലോ, ഒരു പാവം പയ്യനെ വിഷം കൊടുത്ത് ഇല്ലേ, കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നൊരു കഥയാണെന്ന് പറയാനുള്ളത് ആണോ? അപ്പോൾ സ്നേഹം എന്ന വാക്കിനെ മിസ്യൂസ് ചെയ്ത് ആ സ്നേഹത്തെ വളരെയധികം ഒരു തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പാവം ഒരുത്തൻ്റെ ജീവിതം തീർത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ആണോ ഇല്ലയോ? അപ്പോൾ നോക്കൂ, ആ പയ്യനത് വിശ്വസിക്കുകയാണ്. ഭാര്യ പറയുന്നത് ഇരയായി തീർന്നു. ഇരയായി തീർന്നപ്പോഴേക്കും ജീവിതവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നാളത്തെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനെന്താണ് ഒരു വഴിയുള്ളത്? അവിടെയാണ് യജ്ഞവരാഹം. ആരവതരിക്കണം? വരാഹം അവതരിക്കണം. അപ്പോൾ ഇവിടെ ആരാണ് വരാഹം? വരാഹം എന്ന് പറയുന്നത് കേവലം ഇവിടെ ഒരു പന്നിയല്ല. ഞാൻ പറഞ്ഞു, വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞഭാവനയാണ്. ആരാണ്? യജ്ഞഭാവനയാണ്. എന്തിനാണ് വരാഹത്തിൻ്റെ രൂപം വെച്ചിരിക്കുന്നത്? വരാഹം ഏറ്റവും വൃത്തികെട്ട സാധനത്തെയാണ് കഴിക്കുക, അല്ലേ? ഏറ്റവും മാലിന്യമായ സാധനത്തിലാണ് അത് ഇടപെടുക. പക്ഷെ ആ മാലിന്യമൊന്നും അതിനെ ബാധിക്കില്ല. അതിനൊരു വൃത്തിയാക്കുന്ന സ്കാവഞ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ, മനുഷ്യൻ പുറത്ത് ടോയ്ലറ്റ് പോയൊരു കാലഘട്ടത്തിൽ ഈ ടോയ്ലറ്റിനെയൊക്കെ വൃത്തിയാക്കിയിരുന്നത് ഇത്തരം പന്നികളായിരുന്നു അത്രേ. അതായത് ഒരു പരിസരം, മലിനമായ പരിസരത്തെ വൃത്തിയാക്കി വെക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ടതായിരുന്നു പന്നി എന്നുള്ളത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഈ അഴുകിയ സാധനം മുഴുവൻ കൊണ്ട് തീറ്റിക്കുന്നത്, ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുപോയി തീറ്റിക്കുന്നതല്ലേ ഈ പന്നി, ആണോ അല്ലയോ? എല്ലാ അഴുക്കും അത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകണം. പണ്ടത് പുറത്തുനിന്ന് കിട്ടുന്നു, ഇപ്പോൾ അത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നു. ഈ സാധനങ്ങളൊക്കെ ഇവരെ കൊണ്ട് തീറ്റിക്കുന്നു. ഇതാണ് ഇവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും. ഇതാണ് മനുഷ്യടുത്ത് കഴിക്കുന്നത്, വേറെ കാര്യം. എന്നിട്ട് നിൽക്കട്ടെ. അപ്പം ഏറ്റവും അഴുകിയ സാധനത്തെ പോലും പവിത്രീകരിക്കുന്നവൻ. അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് മലിനമായ മനസ്സിനെയും, ഏത് അസ്വസ്ഥമായ മനസ്സിനെയും യജ്ഞഭാവന കൊണ്ട് നമുക്ക് പവിത്രീകരിക്കാനും മനസ്സിനെ നമുക്ക് ഉയർത്താനും സാധിക്കും. അപ്പോൾ ഇവിടുത്തെ പന്നി എന്ന് പറയുന്നത് കേവലം ഒരു പന്നിയല്ല, അതൊരു ഭാവനയാണ്. ഇതിൻ്റെ പേരാണ് സത്സംഗമെന്നോ കൂട്ടായ്മയെന്നൊക്കെ. അതായത് ഇനിയൊരു വ്യക്തിതലത്തിൽ നമുക്ക് മാനസികമായി ഉയരൽ അത്ര എളുപ്പമല്ല. അതിനൊരു കൂട്ടായ്മ വേണം, സത്സംഗങ്ങൾ വേണം.